ഞാൻ ചൂരമ്മല സ്കൂൾ റോഡാണ്. അപ്പൊ വീട്ടില് രാത്രി പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത്. പിന്നെ കട്ടിലൊക്കെ ഒരു കുലുക്കം കണ്ട്, പിന്നെ ഭയങ്കരമായ ശബ്ദം, പിന്നെ ഭയങ്കര സ്മെല്ല് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ എല്ലാവർക്കും ഫോണ് ചെയ്തു. ആരും ഫോൺ എടുക്കുന്നില്ല, അടുത്തുള്ളവരൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ഒച്ചയും ബഹളമൊക്കെ കേട്ട പോലെ. അപ്പൊ ഞാന് മോന് ഒന്നുണ്ട്, ഓന് കോയമ്പത്തൂർ ഒരാളുണ്ട്. അപ്പൊ അവനെ വിളിച്ചപ്പോ പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അടുക്കള വാല് തുറന്നിട്ട് മേലെ എവിടെയും കേറി ഇരിക്കുകയാണ്. അടുക്കള വാല് തുറക്കാൻ നോക്കുമ്പോ അവിടെ ജാമായി കിടക്കുന്ന, കിട്ടണില്ല. പുറത്തത്തെ വാലും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഉറക്ക വിളിച്ച് എന്നെ രക്ഷിക്കണേ പറഞ്ഞിട്ട്, അപ്പൊ അപ്പുറത്തുനിന്ന് റോഡിന്റെ അപ്പുറത്തുനിന്ന് ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, മരവും വെള്ളവും എല്ലാം ഒലിച്ചു വരികയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ ഇരിക്കുക, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ അവർ വന്ന് ഞാൻ ചാവി ജനാലിൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്തു. വാതിൽ തുറക്കാണ്ട് അവർക്ക് കിട്ടണില്ല. പിന്നെ അവർ കുറെ ചവിട്ടി തുറന്നിട്ടും കിട്ടണില്ല. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്നും റോഡിന്റെ മേലേക്ക് കുറച്ച് കയറ്റുള്ള സ്ഥലമാണ്, അവർക്ക് പ്രശ്നമൊന്നും ആയില്ല. അപ്പൊ അവര് കോടാലി തുറന്നിട്ട് വാതില് വെട്ടി മുറിച്ചിട്ടാണ് എന്നെ അങ്ങോട്ട് അപ്പുറത്ത് കടത്തിയത്. പിന്നെ അവിടുന്ന് വന്ന് ഞങ്ങൾ നേരെ മേലൊരു കുന്നുപുറത്ത് കാപ്പിത്തോട്ടുണ്ട്, അതിന്റെ മുകളിൽ അവിടെ എല്ലാവരും ഉണ്ട് നിൽക്കുന്നത്. എന്നെ കൊണ്ടുപോയി നോക്കുമ്പോ പിന്നെ നേരം വെളുക്കുന്നവരെ അവിടെ നിന്ന്. പിന്നെ രണ്ടാമത്തെ അതേപോലെ ഗൗരവത്തിലൊരു പൊട്ടല വന്നത്, ശബ്ദമൊക്കെ ഉണ്ടായി. അപ്പോൾ വീടുകളൊക്കെ പോയി, എന്റെ വീടൊക്കെ പോയി. പിന്നെ എനിക്ക് കുടുംബങ്ങളുള്ളതൊക്കെ മുണ്ടക്കൈയാണ്. അവര് എല്ലാവരും പോയി. അവര് ഇതിൽ രണ്ടാളെ കിട്ടിപ്പോ, ബാക്കിയുള്ളവരെയൊന്നും കിട്ടിയിട്ടില്ല. 6-7 പേരൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ വീടുമില്ല, സ്ഥലവുമില്ല, ജോലിക്കൊന്നും പോയിട്ടും ജീവിക്കാനുള്ള കഴിവുമില്ല, ഒരു വീട് വെക്കാനുള്ള. അപ്പൊ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് മനസ്സമാധാനം ഇല്ലാണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. വീട്ടിലൊറ്റയ്ക്കായിരുന്നു. പിന്നെ ചെറുക്കന്മാരൊക്കെ കൂടെ വന്നിട്ടാണ് അത് വെട്ടി പൊളിച്ച്. അങ്ങനെ അവര് വിചാരിക്കാണ് ഇനി ഇതിനിപ്പോ വാതിൽ തുറക്കുന്നില്ല, വാതിൽ ജാമായിട്ട് പറ്റുന്നില്ല, നമുക്ക് ഇനി അടുത്തൊരു പൊട്ടോ എന്തെങ്കിലും വരുമ്പോഴത്തെ നമ്മളെ ജീവൻ രക്ഷിക്കാറുണ്ട്. അവര് പോയതാണെങ്കിൽ എനിക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇപ്പൊ രണ്ടാമത്തെ പൊട്ടിന് വീടും ഞാനൊക്കെ അടക്കം ഒന്നിച്ച് പോയിട്ടുണ്ട്. പക്ഷെ അവര് വാതിൽ പൊളിച്ചിട്ടാണെങ്കിലും എന്റെ ജീവൻ അവര് രക്ഷിച്ചു. രണ്ടാമത്തെ പൊട്ടിന് വീടും പോയി, അവിടെ പരിസരങ്ങൾ ഒരുപാട് പോയി. മുണ്ടക്കൈയുള്ള കുടുംബങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്നറിയാണ്ട് അങ്ങനെ ആലോചിച്ചിട്ടൊക്കെ. നേരം വിളിക്കുന്നവരെ ഞങ്ങളെല്ലാവരും, പരിസരത്തുള്ള എല്ലാവരും അവിടെ കൊണ്ടുപോയി വിട്ടു. കാരണം അവിടെ കുറച്ച് ഉയർന്ന സ്ഥലമാണ്. ഏതാണ്ട് റോഡിന്റെ മേൽഭാഗത്ത് കുറച്ച് ആൾക്കാരൊക്കെ വീട്ടിലേക്ക് പോയിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആൾക്കാരും ഒക്കെ. അപ്പൊ അതിലും കുറച്ചും കൂടെ ഉയരത്തിലാണ് കാപ്പിക്കാട്. അപ്പൊ അവിടെ എല്ലാവരും ലൈറ്റ്, എമർജൻസിയും ടോർച്ചും മൊബൈലിന്റെ വെളിച്ചത്തിലൊക്കെ അവിടെ നേരം വിളിക്കോളം കൊണ്ട് നല്ല മഴയാണ്. അവിടെ നിർന്ന് ഞങ്ങള് അവിടെയുള്ള കുടുംബങ്ങളെയൊക്കെ അങ്ങോട്ട് നിർത്തി. അപ്പൊ നേരം വിളിക്കുക 6:30 ആകുമ്പോ, 6 മണിയാകുമ്പോ നേരം വെളിച്ചം വെച്ചപ്പോ നേരെ ആ മുതലാളിന്റെ ഉടമേന്റെ വീട് നേരെ താഴെയാണ്. അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെ കുറച്ചു നേരം നിന്ന് അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കട്ടൻ ചായ, അപ്പത്തേക്ക് നനഞ്ഞ് വിറച്ച് നിൽക്കുക. പിന്നെ അവിടുന്ന് ഒരു കട്ടൻ ചായയൊക്കെ ഞങ്ങൾ തന്ന് അവിടെ കുറച്ചേരം ഇരുന്നപ്പോത്തിന് പിന്നെ വണ്ടികൾ വന്ന് ചൂരൽമല ക്രിസ്ത്യൻ പള്ളിയിലേക്ക് താമസാക്കി. അവിടുന്ന് പിന്നെ ചായയും ബ്രെഡ്, ബിസ്ക്കറ്റ് അതൊക്കെ തന്നിട്ട് അവിടെ ഇരുത്തി ഒരു ഉച്ച ശേഷം വരെയൊക്കെ. പിന്നെ ആൾക്കാരെയൊക്കെ ഓരോരുത്തരുടെ വണ്ടിയിലാക്കിയിട്ട് കുറച്ച് ആൾക്കാരെ അങ്ങനെ കൊണ്ടുവന്നാക്കി. ആ കൂട്ടത്തില് ഞങ്ങളും ഇവിടെ കൊണ്ടുവന്നാക്കി. അതാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. എനിക്കറിയില്ല. അപ്പൊ കുറച്ച് നേരത്തെ കുറച്ച് ആൾക്കാർ വന്നു. ഇന്നലെ അതുപോലെ 2-3 ആൾക്കാർ വന്നു. അവരാരാണ് ഇവരാണെന്നൊന്നും അറിയില്ല. അവര് പറയുന്നത് ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടൂല, ഞങ്ങൾ അങ്ങനെ നിങ്ങളെ ഒഴിവാക്കൂല, ധൈര്യത്തിൽ ഇരിക്കുന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഒന്നും ഇനിയിപ്പോ കീഴ്പ്പെട്ടൊക്കെ ഭൂമി, മേപ്പെട്ടൊക്കെ ആകാശമുള്ളൂ. മുണ്ടക്കൈയുള്ളവരൊക്കെ പോയി. മുണ്ടക്കൈയുള്ളവരൊക്കെ പറഞ്ഞാൽ കിട്ടിയില്ല. അവര് 2 പേരെ കിട്ടിയിട്ടുള്ളൂ. അവരെന്ന് കമ്മ്യൂണിറ്റി ഹാളില് ഭാര്യയും ഭർത്താവിനെ ഇന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഇന്ന് അവരെ അടക്കം ചെയ്യുന്നുണ്ട്, ദഹിപ്പിക്കാൻ തോന്നുന്നുണ്ട്. അതെ. പിന്നെ 5-6 പേരെ കിട്ടിയിട്ടില്ല, മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അവരും ഇതുപോലെ വീടോട് കൂടെ പോയതാണ്, കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പൊ എനിക്ക് ചൂരൽമല പറഞ്ഞ അങ്ങനെ കുടുംബക്കാര് ചൂരൽമല അങ്ങനെ ആരും ഇല്ല. വെള്ളമൊക്കെ മുണ്ടക്കൈയാണ്. പിന്നുള്ളത് മോനാണ്, അവന് ഇവിടെ ഇല്ല, കോയമ്പത്തൂരാണ്. അവനോട്
പണിസ്ഥലത്ത് ആണ്. അവന് ഭാര്യയും 2 കുട്ടികളൊക്കെ ഉണ്ട്. അവൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവനെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ കൊണ്ടുപോകാനൊന്നും കഴിയൂല. അവനും ദാരിദ്ര്യം ബുദ്ധിമുട്ടൊക്കെ ഉള്ളവനാണ്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്നൊരു ഇടത്തല്ല. എന്റെ പേര് കരീം, മുണ്ടകൈ. പിന്നെ സൗണ്ട് കേട്ടപ്പോ വിളിച്ചതാണ്. ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു. കൂടുതൽ സൗണ്ട് ആയപ്പോ നെറ്റിയോണെന്ന് ഇതായതാ. അങ്ങനെ വാല് തുറന്നു. അങ്ങനെ ടോർച്ച് എടുത്ത് കണ്ട് പുറത്തിറങ്ങിയപ്പോ വീടൊക്കെ നിറഞ്ഞ് വെള്ളം ഇതായി വീണ്ടും വരും. അങ്ങനെ താഴോട്ട് പോകാതെ മേലോട്ട് കയറി. പിന്നെ കുട്ടികളാരും ചെറിയ കുട്ടികളാരും ഇല്ലാത്തതുകൊണ്ട് പറയില്ല. അവരെ ഭാര്യയും കൂട്ടിയാണ്ട് നേരെ മേലോട്ട് കയറി. കുടുംബക്കാര് ഉണ്ടായിരുന്നു, അവരൊക്കെ ഒന്നായിട്ട് പോയിട്ടുണ്ട്. ഭാര്യന്റെ വീട് ഫുള്ളായിട്ട് പോയി. ആ കുടുംബത്തെ കിട്ടിയിട്ടില്ല. മുണ്ടകൈ തന്നെ. പള്ളിന്റെ നേരത്താത്ത്. ചൂരാരും കുടുംബമില്ല. മുണ്ടകൈയാണ്. ആ വീടിന്റെ ചുറ്റുമില്ലൊക്കെ പോയിട്ടുണ്ട്. അതിന് ഇത് കേട്ടോണ്ട് ഓടിക്കേറി. അതാണ് മോൾക്ക്, കുന്നിന്റെ മോൾക്ക്.